ഉണ്ടായില്ല. അവ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്നതിന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28:13. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. സങ്കീർത്തനം 9:1. കർത്താവിന് നന്ദി പറയും, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. സങ്കീർത്തനം 107:1. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. യോഹന്നാൻ 8:34. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. യോഹന്നാൻ 8:58. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:7. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും, ഗാനലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. സങ്കീർത്തനം 100:2. കൃതജ്ഞത ഫ്രണ്ടിനായി ഉണർന്നിരുന്നു നിരന്തരം പ്രാർത്ഥിക്കും. കൊളോസ്യോസ് 4:2. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊരിന്തോസ് 15:57. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും മറ്റേ വചനം പാലിച്ചാൽ അവരൊരിക്കലും മരിക്കുകയില്ല. യോഹന്നാൻ 8:51. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതിനും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യോഹന്നാൻ 16:23. നിന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നീയും കരുണയുള്ളവനായിരിക്കും. ലൂക്ക 6:36. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കും. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിപ്പിക്കും. സങ്കീർത്തനം 103:4. അവിടുന്ന് തന്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലു വാത്സല്യ നിധിയുമാണ്. സങ്കീർത്തനം 111:4. എന്നാൽ കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. സങ്കീർത്തനം 86:15. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. ഹോസിയ 2:19. അങ്ങനെ കൂടുതൽ ആളുകൾ കൃപ സമൃദ്ധമാക്കുന്നത് വഴി ദൈവത്തിന്റെ മഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. 2 കൊരിന്തോസ് 4:15. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. യോഹന്നാൻ ലൂക്ക 15:20. ഞാൻ ദൈവത്തിന്റെ നാമത്തിന് പാടി സ്തുതിക്കും. കൃതജ്ഞ സ്തോത്രത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തും. സങ്കീർത്തനം 69:30. കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തെ നന്ദി പറയും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ആലപിക്കും. സങ്കീർത്തനം 7:17. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവരോട് കരുണയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. റോമ 9:15. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയരില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. മത്തായി 9:36. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം അറിഞ്ഞു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 3:16. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും സ്നേഹത്തിൽ വളരുന്നു. അവിടുന്ന് സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന്റെ നാമത്തിന് സമർപ്പിച്ചു. എഫേസോസ് 4:5-2. അവനിലൂടെ എല്ലായ്പ്പോഴും
ദൈവത്തിന് സ്തുതിയുടെ ബലി. അവനെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. എബ്രാഹിം 13:15. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. യോഹന്നാൻ 14:12. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. യോഹന്നാൻ 13:20. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 12:24. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാൻ 16:20.